ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് കൃത്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ ആദ്യത്തെ മൊഡ്യൂളാണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. അതിൽ തന്നെ ഫ്യൂവൽസ് എന്ന് പറയുന്ന പാർട്ടിലെ കാലോറിഫിക് വാല്യൂസ്, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് കാലോറിഫിക് വാല്യൂസ്, പിന്നെ എന്താണ് ഫ്യൂവൽസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതെന്ന് പറയുന്നത് 2024 സ്കീം പ്രകാരമുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പം 2019 സ്കീം നോക്കിയാലും അതേപോലെ തന്നെ ഇനി 2024 ശേഷം ഇനി പുതിയൊരു സ്കീം വരാം. അപ്പം ഈ സ്കീമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിലെ സിലബസുകൾ തമ്മിൽ എങ്ങനെയൊക്കെ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് KTU സിലബസിൽ പോയിട്ട്, KTUവിൻ്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം ഇപ്പം 2019 സ്കീമിലുള്ള സിലബസ് ആയിരിക്കില്ല ഈ 2024 സ്കീമിലുള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ചിലപ്പം ചില കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാകും, ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പം വലിയ വ്യത്യാസങ്ങളൊന്നും നമ്മൾ ഉണ്ടാവാനും സാധ്യതയില്ല ഇനി അങ്ങോട്ടായാലും. അപ്പം ഇതിലില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കണ്ടുപിടിച്ച് നോക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഫ്യൂവൽസ് എന്താണ്, കലോറിഫിക് വാല്യൂസ് എന്താണ്, ടൈപ്സ് ഓഫ് കലോറിഫിക് വാല്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലാദ്യം തന്നെ എന്താണ് ഫ്യൂവൽസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? ഒരു ഫ്യൂവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന കാര്യങ്ങൾ പെട്രോള്, ഡീസല്, കെറോസിൻ, അതേപോലെ തന്നെ കൽക്കരി, അതായത് ഈ കോള്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പം ഈ ഫ്യൂവൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തായിരിക്കും? നിങ്ങളോട് ഞാൻ പറയാണ്, ഫ്യൂവലിൻ്റെ ഒരു ഡെഫിനിഷൻ തരൂ എന്ന് പറയാനാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഫ്യൂവലിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യാം? ഈ കൽക്കരി ആയാലും ഈ പെട്രോൾ ആയാലും ഈ ഡീസൽ ആയാലും എല്ലാം എന്താ ചെയ്യുന്നത്? ഇവയൊക്കെ കത്തിക്കും. ആ കത്തിച്ച് കഴിഞ്ഞിട്ടാകുമ്പം എന്ത് ചെയ്യും? ഇവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യും, അല്ലേ? ഈ കൽക്കരി ആയാലും കൽക്കരി കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടും. ഈ പെട്രോൾ ആയാലും ഡീസൽ ആയാലും വാഹനങ്ങളുടെ എഞ്ചിനുള്ളിൽ ഇവർ കത്തിക്കഴിഞ്ഞിട്ടാണ്, കമ്പഷൻ നടന്നു കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞിട്ടാണ് എന്ത് കിട്ടുന്നത്? എനർജി കിട്ടുന്നത്. അപ്പം ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ബി ബേൺഡ് ഓർ റിയാക്റ്റഡ് കെമിക്കലി ടു റിലീസ് എനർജി, ടിപ്പിക്കലി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഓർ ലൈറ്റ്. അതായത് ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് നടത്തിയിട്ട്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യും? അവർ ഹീറ്റ് എനർജി ഫോം ചെയ്യും, അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യും. ഹീറ്റ് എനർജി തന്നെ ആവണമെന്നില്ല, എനർജി റിലീസ് ചെയ്യും. അത് ചിലപ്പോൾ ഹീറ്റിൻ്റെ ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഫോമിലായിരിക്കാം എന്ന് മാത്രം. എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഈ ഫ്യൂവൽസിനെ ഞാൻ പറഞ്ഞു, നമ്മുടെ കെറോസിൻ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, അതേപോലെ തന്നെ കൽക്കരിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ കൽക്കരി എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. ഈ കെറോസിൻ അല്ലെങ്കിൽ ഈ പെട്രോൾ, ഡീസൽ എന്നൊക്കെ പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. അപ്പം നമുക്ക് ഫ്യൂവൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സോളിഡ് ഫ്യൂൽ, ലിക്വിഡ് ഫ്യൂൽ, ഗ്യാഷ്യസ് ഫ്യൂൽ. ഈ സോളിഡ് ഫ്യൂൽ എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിലുള്ളത്, ലിക്വിഡ് ഫ്യൂൽ എന്ന് വെച്ചാൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളത്, ഗ്യാഷ്യസ് ഫ്യൂൽ എന്ന് വെച്ചാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഉള്ള ഫ്യൂവൽ. അത്രേ ഉള്ളൂ. അപ്പം ഈ ഫ്യൂവൽസ് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഏതാണ് നല്ല ഫ്യൂവല് അല്ലെങ്കിൽ ഏതാണ് മോശം ഫ്യൂവല് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാല്യൂ ആണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഈ കലോറിഫിക് വാല്യൂ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ കണ്ട സ്ലൈഡ് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. ഈ സ്ലൈഡിനെ തന്നെ നമ്മൾ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മെത്തേഡിൽ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. പഠിക്കേണ്ട കാര്യം അടുത്ത സ്ലൈഡിലാണ് ഉള്ളത്. അപ്പം നിങ്ങളിപ്പം നിലവിൽ ഏതൊക്കെ കാര്യങ്ങൾ ഇപ്പം പഠിക്കണം? ഈ ഫ്യൂവൽസിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, ഈ ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത കലോറിഫിക് വാല്യൂ, അതിൻ്റെ ടൈപ്സ് കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. അത് അടുത്ത സ്ലൈഡിൽ ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഈ സ്ലൈഡ്. അപ്പോൾ കലോറിഫിക് വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. കലോറിഫിക് വാല്യൂ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഒരു ജാറോ അല്ലെങ്കിൽ ഒരു ചേമ്പറോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ടാകുമ്പം അതിൽ ഫ്യൂവല് ഇട്ട് വെക്കുക. അതിപ്പം കൽക്കരി ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. അപ്പം ഒരു ഫ്യൂവല് നിങ്ങൾ എടുക്കുക, അതിന് എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ കത്തിക്കുക. ആ കത്തിച്ച് കഴിഞ്ഞിട്ടാകുമ്പം ഈ ഫ്യൂവല് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജീൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നിങ്ങളൊരു ഫ്യൂവൽ എടുക്കുക ഒരു ജാറിൽ, ആ ഫ്യൂവലിനെ കത്തിക്കുക. ആ ഫ്യൂവൽ കത്തിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്യൂവല് എനർജി പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലേ? അതല്ലേ നമ്മൾ പറഞ്ഞത്. ഫ്യൂവൽസ് എന്ന് വെച്ചാൽ എന്താ? കത്തിച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യും. അപ്പം ആ റിലീസ് ചെയ്യുന്ന എനർജീൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഈ കലോറിഫിക് വാല്യൂ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഹയർ കലോറിഫിക് വാല്യൂ ഉണ്ട്, ലോവർ കലോറിഫിക് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഈ ഒരു ജാറിൽ നിങ്ങൾ ഫ്യൂവൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഫ്യൂവൽ നിങ്ങൾ കത്തിക്കുകയാണ്. അതേ അവസരത്തിൽ തന്നെ ആ ജാർ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു മൂടി വെച്ചിട്ട് ടൈറ്റായിട്ട് വെക്കുക.
എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഫ്യൂവൽ കത്തിക്കുക. ഈ ഫ്യൂവൽ കത്തിച്ച് കഴിഞ്ഞിട്ടാകുമ്പം ആ ഒരു ഫ്യൂവൽ കത്തിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവുമല്ലോ. അതിപ്പം വാട്ടർ വേപ്പർ ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം, വേറെ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആകാം. അപ്പം ഈ കത്തിച്ച് കഴിഞ്ഞിട്ടാകുമ്പം ഉണ്ടാകുന്ന പ്രൊഡക്ട്സിനെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ആ ജാറിൽ തന്നെ നിലനിർത്തുകയാണ്. കാരണം ഈ മൂടി ഓപ്പൺ ചെയ്താൽ ആ ഉണ്ടാകുന്ന ആ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. പകരം നിങ്ങൾ ഈ ഒരു ജാർ എടുക്കുക, എന്നിട്ട് അതിൽ ഫ്യൂവൽ വെക്കുക, അത് കത്തിക്കുക. ആ ജാർ നിങ്ങൾ ടൈറ്റായിട്ട് എന്ത് ചെയ്യണം, അടച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് ആ ഫ്യൂവൽ കത്തിക്കുക. അത് കത്തിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ജാറിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ എമൗണ്ട്, ഈ ഒരു ഹീറ്റ് എനർജീൻ്റെ എമൗണ്ട് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹയർ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. പകരം ആ ജാറ് തുറന്നു വെച്ചിട്ട് മെഷർ ചെയ്യുന്നതിനെയാണ് ലോവർ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂവൽ കത്തിക്കുക, ആ കത്തിച്ച് കഴിഞ്ഞിട്ടാകുമ്പം ആ ഫ്യൂവൽ റിലീസ് ചെയ്യുന്ന, ആ കത്തിക്കുമ്പോൾ അത് റിലീസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഈ കത്തിക്കുന്നത് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ കത്തിക്കണം, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് മാസ് ഫ്യൂവൽ എടുത്തിട്ട് വേണം കത്തിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ തോന്നുന്ന പോലെ നമ്മൾ കത്തിക്കരുത്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് തന്നെ ഈ കത്തിക്കുന്ന ജാറ് തുറന്നു വെച്ചിട്ടാണുള്ളതെങ്കിൽ അത് ലോവർ കലോറിഫിക് വാല്യൂ, ഈ ജാറ് അടച്ചു വെച്ചിട്ടാണുള്ളതെങ്കിൽ ഹയർ കലോറിഫിക് വാല്യൂ. ഈ ലോവർ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പ്രൊഡക്ട്സിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, റിലീസ് ചെയ്തിട്ടുണ്ടാവും അറ്റ്മോസ്ഫിയറിലേക്ക്. കാരണം ജാറ് തുറന്നു വെച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുന്ന പ്രൊഡക്ട്സ് ഒക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് പോയിക്കോളും. ഇനി ഹയർ കലോറിഫിക് വാല്യൂ എന്ന് വെച്ചാൽ ജാറ് അടച്ചു വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ഒക്കെ എന്ത് തന്നെ ഉണ്ടാവും, ഈ ജാറിൽ തന്നെ നിലനിൽക്കും. ഓക്കെയാണ്. ഇതാണ് ഹയർ കലോറിഫിക് വാല്യൂവും ലോവർ കലോറിഫിക് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഹയർ കലോറിഫിക് വാല്യൂവിനെ നമുക്ക് ഗ്രോസ് കലോറിഫിക് വാല്യൂ എന്നുകൂടി പറയാം. ലോവർ കലോറിഫിക് വാല്യൂവിനെ നമുക്ക് നെറ്റ് കലോറിഫിക് വാല്യൂ എന്നുകൂടി വിളിക്കാം. ഹയർ കലോറിഫിക് വാല്യൂവിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, HCV. ലോവർ കലോറിഫിക് വാല്യൂവിനെ LCV എന്ന് പറഞ്ഞു റെപ്രസെൻറ്റ് ചെയ്യാം. കലോറിഫിക് വാല്യൂവിൻ്റെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണിത്. The total quantity of heat liberated when a unit mass or unit volume of the fuel is burned completely. അതായത് എന്താണ്, ഒരു എമൗണ്ട് ഉണ്ട്, അതായത് ഒരു യൂണിറ്റ് മാസ് ഓഫ് ഫ്യൂവൽ എടുക്കുക, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, കത്തിക്കുക. മുഴുവനായിട്ട് കത്തിക്കണം കേട്ടോ, മുഴുവനായിട്ട് കത്തിക്കുക. എന്നിട്ടാകുമ്പോൾ കിട്ടുന്ന ഹീറ്റിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ, ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ, ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ജൂൾസ് പെർ കിലോഗ്രാം, കലോറീസ് പെർ ഗ്രാം, കിലോ കലോറീസ് പെർ കിലോഗ്രാം. അപ്പോൾ ഈ യൂണിറ്റ് എങ്ങനെയാണ് വരുന്നത്, ഇനി കലോറിഫിക് വാല്യൂസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കുന്നതായിരിക്കും. സോ അടുത്തതാണ് ഹയർ കലോറിഫിക് വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കണം. ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ എ യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ ഈസ് ബേൺഡ് completely and the products of combustion are allowed to cool to room temperature in a closed chamber. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു ജാർ എടുക്കുക, അതിൽ യൂണിറ്റ് മാസ് ഓഫ് ഫ്യൂവൽ എടുക്കുക, ആ ഫ്യൂവൽ കത്തിക്കുക, ആ ജാർ അടച്ചു വെച്ചിട്ടുണ്ടാകണം, എന്നിട്ട് ഇത് കത്തിക്കുക. അങ്ങനെ അത് കത്തിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ട്സിനെയൊക്കെ എന്ത് ചെയ്യുക, കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുക റൂം ടെമ്പറേച്ചറിൽ. എന്ത് തന്നെ ആയാലും ഇത് ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യുമ്പോൾ ഹയർ കലോറിഫിക് വാല്യൂവിൽ ആ ഒരു ഉണ്ടാകുന്ന പ്രൊഡക്ട്സിൻ്റെ ഹീറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ഈ ഒരു ജാർ അടച്ചു വെച്ചത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രൊഡക്ട്സും ഇതിലുണ്ട്, ഈ ഒരു ജാറിലുണ്ട്. അതുകൊണ്ട് തന്നെ അവയെ കൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ട് ഹയർ കലോറിഫിക് വാല്യൂവിൽ. എന്നാൽ ലോവർ കലോറിഫിക് വാല്യൂവിൽ നമ്മൾ എന്ത് പരിഗണിക്കുന്നില്ല, ആ ഒരു ഉണ്ടാകുന്ന പ്രൊഡക്ട്സിനെ നമ്മൾ പരിഗണിക്കുന്നില്ല. അവയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ലോവർ കലോറിഫിക് വാല്യൂ എങ്ങനെ മെഷർ ചെയ്യുന്നത്, ഒരു ജാർ എടുക്കുക, അതിൽ ഫ്യൂവൽ വെക്കുക, ഫ്യൂവൽ കത്തിക്കുക, യൂണിറ്റ് മാസ് ഓഫ് ഫ്യൂവൽ ആയിരിക്കണം, ഫ്യൂവൽ കത്തിക്കുക. കത്തിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രൊഡക്ട്സ് ഒക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. കാരണം ജാർ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക, അത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. അങ്ങനെ നോക്കുമ്പം ഈ കലോറിഫിക് വാല്യൂ, ലോവർ കലോറിഫിക് വാല്യൂവിൽ ഈ ഒരു ഉണ്ടായ പ്രൊഡക്ട്സിൻ്റെ ഹീറ്റൊന്നും നമ്മൾ മെഷർ ചെയ്യുന്നില്ല. ആ ഒരു ഹീറ്റ് അവിടെ റെഡ്യൂസ് ആവുകയാണ്. ഹയർ കലോറിഫിക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോവർ കലോറിഫിക് വാല്യൂയുടെ ഹീറ്റ് കുറവായിരിക്കില്ലേ. കാരണം എന്തുകൊണ്ടാണ്, കാരണം ഈ ഒരു ലോവർ കലോറിഫിക് വാല്യൂവിൽ നമ്മൾ പ്രൊഡക്ട്സിൻ്റെ ഹീറ്റ് മെഷർ ചെയ്യുന്നില്ല, പ്രൊഡക്ട്സിനെ നമ്മൾ പരിഗണിക്കുന്നില്ല, അവയൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് പോവുകയാണ്. പകരം ഹയർ കലോറിഫിക് വാല്യൂവിൽ നമ്മൾ ആ പ്രൊഡക്ട്സിനെ കൂടി പരിഗണിക്കുന്നുണ്ട്. ആ പ്രൊഡക്ട്സ് കൂടി എവിടെയുണ്ട്, ഹയർ കലോറിഫിക് വാല്യൂവിൻ്റെ ആ ഒരു ജാറിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പം ഇപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട്, ഇതെന്താ ജാറ്, അതെങ്ങനെയാണ് വെയിറ്റ്, എങ്ങനെയാണ് ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, എന്താ സംഭവം എന്ന് നിങ്ങൾക്ക്
മനസ്സിലാവാത്ത ഒരു രീതിയിലുണ്ടാകും. അത് നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പം ജസ്റ്റ് ഈ ഒരു ഡെഫിനിഷൻ, കലോറിഫിക് വാല്യൂ എന്താണ്, ഹയർ കലോറിഫിക് വാല്യൂ എന്താണ്, ലോവർ കലോറിഫിക് വാല്യൂ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. കൃത്യമായിട്ട് എങ്ങനെ അത് മെഷർ ചെയ്യുന്നു, അതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്താണ്, എങ്ങനെയാണ് ഈ ഹയർ കലോറിഫിക് വാല്യൂയും ലോവർ കലോറിഫിക് വാല്യൂയും തമ്മിൽ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഈ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്, ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതിൻ്റെ പേര് ബോംബ് കലോറിമീറ്റർ എന്നാണ്. അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ ഹയർ കലോറിഫിക് വാല്യൂയും ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു ഫ്യൂവലിന് ഇത്ര ഹയർ കലോറിഫിക് വാല്യൂ ആണുള്ളത്. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അതിൻ്റെ ലോവർ കലോറിഫിക് വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. എങ്ങനെയാണ് പറയാം? അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അതും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.